മനസ്സിലായി മനസ്സിലായി. വലിയ ക്രിമിനൽ ലോയറായാണ് തിണ്ണമെടുക്ക അവൻ കാണിച്ചത്. നാട്ടിലെ കൊട്ടേഷൻ കാര്യം പരിചയമുണ്ടല്ലോ. നരേന്ദ്രന്റെ ദേഹത്ത് കൈവച്ചവന്റെ കൈ ഞാൻ വെട്ടും. ആദ്യം ലച്ചുവിന് എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ. ബ്ലഡി റാസ്കൽ. ആ സ്ത്രീ വസുമതി കുഞ്ഞമ്മന്നല്ലേ മോഹൻദാസ് അവരുടെ പേര് പറഞ്ഞ്? ആ, വസുമതിയോ കുസുമതിയോ അങ്ങനെ എന്തുവാ പറഞ്ഞത്. അല്ല, അളിയൻ അവരുടെ വീട്ടിൽ കണ്ടത് ലക്ഷ്മി തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ആ, നീ എന്താടാ കരുതുന്നേ? നരേന്ദ്രൻ നമുക്ക് ഭ്രാന്താന്നോ? അതല്ല അളിയ, അവളെ തന്നെയാണ് അളിയൻ കണ്ടതെങ്കിൽ നമുക്ക് അങ്ങോട്ട് വീണ്ടും ഒന്ന് പോയാലോ എന്നാ ഞാൻ വിചാരിക്കുന്നത്. ഏയ്, അവിടെ പോയിട്ട് എനിക്ക് കാര്യമില്ലടാ. അന്ന് പറ്റി ഞാൻ അവളെ മാത്രല്ല അവളെ എന്നെയും കണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ അവളവിടെ നിൽക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അത് ശരിയാണല്ലോ. ആ മോഹൻദാസിനെ കൊണ്ട് ഞാൻ രഹസ്യമായ ഒരു അന്വേഷണം നടത്തി. അവിടെ ഒരു പെൺകുട്ടി ജോലിക്ക് ഉണ്ടായിരുന്നെന്നും അവൾ അവിടുന്ന് മുങ്ങിയെന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. അത് ശരി. അപ്പൊ പിന്നെ ഇനി എവിടെ പോണോ നാളെ ഉദ്ദേശിക്കുന്നത്? അന്വേഷിക്കാൻ ഏൽപ്പിച്ച ചെലവന്മാരുടെ കോള് വരാനുണ്ട്. നീ വലിയ പ്രസിഡന്റ് ആണെന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിന്റെ പഞ്ചായത്ത് കുളത്തിന് ചുറ്റും ഭരിക്കുമ്പോ മതി. ശാരദ ഇവിടെ ഒരു ഹോട്ടൽ നടത്തുന്നത് ഉപജീവനത്തിന് വേണ്ടിയാ. ശാരദയുടെ മക്കളെ കൈവയ്ക്കാനും വീട്ടിലെ ഹോട്ടലിൽ കയറി കളിക്കാനും നോക്കിയാ അരിഞ്ഞു കളയും ഞാൻ. നീ എത്ര മുന്തിയവനായാലും. ശാരദാമ്മേ, അവനെ തൊട്ടിട്ട് ശാരദാമ്മയുടെ കൈ നാറണ്ട. അവനെ ഇങ്ങോട്ട് വിട്, ഞങ്ങള് തീർത്തു കൊടുക്ക അവന്റെ തരിപ്പ്. കുടുംബശ്രീ ഹോട്ടലിൽ വന്ന് പോക്കണം കേട് കാണിച്ചിട്ട് ഒരുത്തനും തടിയടാതെ പോയിട്ടില്ല ഇവിടുന്ന്. ഞങ്ങളുടെ ശാലിനി മോളെ കൈ വെച്ചിട്ട് ചുമ്മാ അങ്ങ് പോകാനോ? അയ്യോ, ഒന്നും ചെയ്യല്ലേ. സുഖമില്ലാത്ത ആളാ. ചെറിയ മാനസിക പ്രശ്നമുണ്ട്. അതിന്റെ ചികിത്സയിലിരിക്കുന്ന ആളാ. അറിയാം, പുറത്തേക്കൊന്നും ഇറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇയാളേതോ ലച്ചുവിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. ചുമ്മാ പെണ്ണുങ്ങൾക്കിടയിൽ ഇടിച്ചു കയറാനുള്ള അടവാ. അയ്യോ, അടവൊന്നല്ല പെങ്ങളെ. ഈ ലച്ചു എന്ന് പറയുന്നത് അളിയന്റെ ഭാര്യയുടെ പേരാ, ലക്ഷ്മി. 2 മാസം മുമ്പ് ഈ ലക്ഷ്മി ഒരു ആക്സിഡന്റ് മരിച്ചുപോയി. അതിൽ പിന്നെ അളിയൻ എങ്ങനെയാ കാണുന്ന പെണ്ണുങ്ങളൊക്കെ ലച്ചു ആണെന്ന് വിചാരിക്കും. ആ വിചാരം ഞങ്ങളങ്ങ് മാറ്റി കൊടുത്തേക്കാം. നല്ല അടി അതിനുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അയ്യോ, ഒന്നും ചെയ്യില്ല. അളിയൻ ഇങ്ങ് വന്നേ. വാ, വിട്. ഞാൻ ആരാന്ന് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ ആരാന്ന് നിനക്ക് മനസ്സിലാക്കി തരാടാ. അയ്യോ കൃഷ്ണേട്ടാ, വേണ്ട. മനസ്സിന് സുഖമില്ലാഞ്ഞിട്ടല്ലേ? ഒന്നും അറിഞ്ഞോണ്ട് ചെയ്തതല്ലോ പാവം. അമ്മയുടെ മനസ്സ് കണ്ട് ഞങ്ങൾ ഇവിടെ പോകാൻ അണിയിച്ചൊരുക്കി നിർത്തിയിരുന്നതാ. ശ്യാമ രാവിലെ തന്നെ ക്ലാസ്സിൽ പോയതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം. നീ ഇപ്പൊ എന്നെ വിളിച്ചില്ലേ അമ്മേന്ന്?
ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടായ നന്നായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് അവരെത്ര വലുതായാലും ഒരു വേദന ഉണ്ടാവുമ്പോ അറിയാതെ വിളിച്ചു പോകുന്നത് അമ്മയെന്ന. അങ്ങനെ വേണം മോളുടെ മനസ്സിലും ഒരു ബോധം ഉണ്ടാവാൻ. ലോകത്തിന്റെ ഏതറ്റത്തു പോയാലും എത്ര കഠിന പ്രതിസന്ധികളിലൂടെ യാത്ര ചെയ്താലും ഈ അമ്മയുടെ മനസ്സ് മോളുടെ കൂടെ ഉണ്ടാവും. ഏത് കാട്ടുതീയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടെത്താൻ നിനക്കൊരു അഭയസ്ഥാനമുണ്ട്, ഈ വീട്. ഏത് പാതിരാത്രിയിലും മോളുടെ ഒരു വിളിക്ക് കാതോർത്ത് കിടക്കുന്ന ഒരു അമ്മയും ഉണ്ട് ഇവിടെ, ശാരദാമ്മ. വിശന്ന് വലഞ്ഞാണ് വരുന്നതെങ്കിൽ ഒരില്ല ചോറും ഇവിടെ നിനക്കുണ്ടാവും കുടുംബശ്രീയില്. സങ്കടമുണ്ട് പോന്നേല്. പക്ഷേ സ്വാതിക്കടുത്തേക്കല്ലേ നീ പോകുന്നേ? അവിടെ എന്ന് നീ സുരക്ഷിതയായിരിക്കും. ആ തണല് വിട്ട് ഇനി എങ്ങോട്ടും പോവാതിരുന്നാ മതി. പോയിട്ട് വാ മോളെ. ശരി. പല്ലിയും പാറ്റയും പഴുതാരും ഒക്കെ വാടക പോലും തരാതെ താമസം തുടങ്ങും. ഓ അങ്ങനെ ഉണ്ടല്ലേ. ആ പിന്നെ അയ്യോ മതി മതി മതി. തനിക്ക് പിടിപ്പത് പണിയുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. മുഴുവനും കേക്ക് സാറേ. ഓ അത് വേണോ? ഞാൻ ദിവസം ചെയ്യുന്ന കാര്യങ്ങള് ഒരു മിനിറ്റ് കേൾക്കാനുള്ള ക്ഷമയെങ്കിലും സാറ് കാണിക്കണ്ടേ? ദേ ഈ ഗ്ലാസ് അടക്കമുള്ളത് കഴുകി വെക്കണം. പിന്നെ പ്രാതലിന്റെ പണി, അത് ഓരോരുത്തരുടെ ഇഷ്ടവും ആരോഗ്യസ്ഥിതി നോക്കിയുള്ള ഭക്ഷണമാണ്. എല്ലാവരും കഴിച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെക്കുമ്പോഴേക്കും ഉച്ചയൂണാകും. ഒഴിച്ചുകറികള്, തോരൻ, അവിയല് എല്ലാം ഉണ്ടാക്കണം. അത് വിളമ്പി പാത്രങ്ങളെല്ലാം കഴുകി വെക്കുമ്പോഴേക്കും കാപ്പിക്ക് എടോ മനസ്സിലായി. അത് കഴിഞ്ഞ അത്താഴത്തിനുള്ള വിഭവങ്ങൾ, പാത്രം കഴുകൽ, ഇതൊക്കെ കൊണ്ട് തീർന്നില്ലേ? വീട്ടിലെ ഓരോ ആൾക്കാരുടെയും ഡ്രസ്സ് വാഷ് ചെയ്യുന്നതും വിരിക്കുന്നതും ഉണക്കിയെടുത്ത് മടക്കി ഓരോ അലമാരയിൽ വെക്കുന്നതും പിന്നെ ആരാ സാറേ? ഓ അത്രയധികം ജോലി ഉണ്ടല്ലേ ഒരു വീട്ടമ്മയ്ക്ക്. ആ ഒരു കാര്യം ചെയ്യാം, ഇന്ന് മൊത്തം ഞാൻ ഇയാളുടെ കൂടെ കൂടാം, ഒരു അപ്രന്റീസ് ആയിട്ട്. എനിക്കിതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ബാ നമുക്ക് തുടങ്ങാം. എന്നിട്ട് വേണം വിജയമ്മ പറയാൻ ആ പെൺകോന്തൻ അവളുടെ സാരത്തുമ്പിൽ തൂങ്ങി അടുക്കള പണി ചെയ്യുന്നു. ഇടോ അമ്മ എന്തെങ്കിലും പറയട്ടോ, ഇതൊക്കെ എന്റെ ഇഷ്ടമല്ലേ? അല്ല സാറേ, ഞാൻ വരുന്നതിന് മുമ്പേ അമ്മയല്ലേ ഈ ജോലിയെല്ലാം ചെയ്തോണ്ടിരുന്നേ? ആ അതെ. അന്ന് എപ്പോഴെങ്കിലും ഒരു നേരം സാറിന് അമ്മയെ സഹായിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ സഹായിക്കാൻ ചെന്നാലും അമ്മ പറയും വേണ്ട, അമ്മ പോയി പഠിച്ചോന്ന്. എന്നാലേ ഇപ്പൊ ഞാനും അത് തന്നെയാ പറയുന്നേ, മോൻ സ്വന്തം ജോലി ചെയ്താ മതി. ഏയ് നിന്നെ എടോ, ഇതൊരു തരത്തിലുള്ള ഒഴിവാക്കൽ കൂടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ സാമീപ്യത്തെ താൻ ഭയക്കുന്നുണ്ട്. തന്റെ ഭീഷ്മ പ്രതിജ്ഞ വെയിലത്ത് വെച്ച മഞ്ഞുകട്ട പോലെ ഉരുകി പോകുമെന്നുള്ള ഭയം ശരിയല്ലേ? പക്ഷേ താനൊരു കാര്യം ഓർക്കണം, ദാമ്പത്യ പൂജയാണ് വരാൻ പോകുന്നത്. ശാരദാമ്മയെങ്ങാനും നമ്മളെ വെച്ച് ആ പൂജ നടത്താൻ തീരുമാനിച്ച പിന്നെ തനിക്കൊരു ഒഴിവ് കഴിവിനും പഴുതില്ലാതാവും. ആ നെടുമാംഗല്യം, ഐശ്വര്യം, സന്താനലബ്ധി, സമ്പൽ സമൃദ്ധി എന്നിവയൊക്കെയാ ദാമ്പത്യ പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നവദമ്പതിമാർക്കുള്ള പൂജ. പൂജയിൽ പങ്കെടുക്കുന്നവര് കർമ്മവിധികൾ തെറ്റിക്കരുതെന്നാ. ആ പൂജയുടെ പ്രധാന ലക്ഷ്യം തന്നെ സന്താനലബ്ധിയാണ്. പിന്നെ എങ്ങനെയാണോ ഇയാള്? അമ്മ ഉണർന്നു തോന്നുന്നു, ഞാൻ ചെല്ലട്ടെ. ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ച് കഴിയണം. അമ്മമാരും അമ്മായിയമ്മമാരും കിടപ്പറവാതില് മുട്ടി വിളിക്കുകയല്ല, അവര് സന്തോഷമായിട്ട് ജീവിക്കാൻ പ്രാർത്ഥിക്കുക വേണ്ടത്.
ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്കൊരു ന്യായവും തോന്നിയിട്ടില്ല. സുസ്മിതയുടെ കല്യാണം നിങ്ങളുടെ ജീവിതമായിട്ട് എന്താ ബന്ധം? അത് ഞാൻ തന്നെ എടുത്ത തീരുമാനമല്ലേ അമ്മേ? അത് വേണ്ടായിരുന്നു എന്നാ ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുമിക്കാതിരിക്കാൻ സത്യം അതൊരു കാരണമാക്കി. അങ്ങനെ ഒരു ന്യായം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ കിടപ്പറവാതിൽ തട്ടി വിളിക്കാൻ സത്യാമ്മയ്ക്ക് എന്താ അവകാശം? ഒരമ്മ ചെയ്യേണ്ട പ്രവൃത്തിയാണോ അവര് ചെയ്തത്? നീ അങ്ങനെ ഒരു വാക്ക് കൊടുത്തു പോയതുകൊണ്ടാ, അല്ലെങ്കിൽ ചൂലെടുത്ത് അടിച്ചിറക്കിയാൻ അവരെ ഇവിടുന്ന് ഞാൻ. അതൊക്കെ പോട്ടെ. മോളിപ്പോ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോണം. ദാമ്പത്യ പൂജ വരികയാണല്ലോ. ആചാരപ്രകാരം അവിടെ വന്ന് ക്ഷണിക്കണമെന്നാണ്. അതിനുശേഷം സത്യാമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണം. അതാ വരുന്നു. നീ ധൈര്യമായിട്ടിരിക്കും മോളെ, അമ്മയല്ലേ പറയുന്നത്. അങ്ങനെ ഒടുവിൽ അക്കാര്യം സാധിച്ചെടുത്തു. നിന്നെ വിഷ്ണുവേട്ടന്റെ റൂമിൽ നിന്ന് എലിയെ പുകയ്ക്കും പോലെ പുകച്ച് പുറത്ത് ചാടിച്ചൂന്ന്. ഓ, അപ്പൊ അതാണോ കാര്യം? ഇത് നിന്റെ ബുദ്ധിയായിരിക്കും. സംശയം എന്താ? നീ എനിക്ക് ചെക്ക് പറയാൻ നോക്കിയപ്പോ ഞാൻ നിനക്ക് മറുചെക്ക് പറഞ്ഞു. മനസ്സിലായില്ല. വിഷ്ണുവേട്ടൻ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള പ്ലാൻ നിന്റേതല്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കില്ല ശാലിനി. നിന്റെ അമ്മയല്ലേ നിന്നെയും വിഷ്ണുവേട്ടനെയും ഇവിടെ വന്ന് പല്ലക്കിൽ എടുത്തോണ്ട് പോയത്. നിന്നെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല സുസ്മിത. ഓരോരുത്തരും അവരവരുടെ മനസ്സിനനുസരിച്ച് കാര്യങ്ങൾ വ്യാഖ്യാനിക്കും. നീ അങ്ങനെ വളഞ്ഞ വഴിയിലല്ലേ ചിന്തിക്കും. പിന്നെ വിഷ്ണുവേട്ടനൊപ്പമുള്ള ഫസ്റ്റ് നൈറ്റ് നേരായ വഴിയിലുള്ള ചിന്തയായിരുന്നല്ലോ അല്ലേ? ഇങ്ങനത്തെ കുതന്ത്രങ്ങൾ നീ ഇനിയും പയറ്റുമെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അടി ഞാൻ അതിനു മീതെ കളിച്ചത്. പരസ്പരം പ്രണയിക്കുന്ന ഒരു ആണിനെയും പെണ്ണിനെയും ഒരു റൂമിൽ ഉറങ്ങാൻ അനുവദിക്കാന്ന് പറഞ്ഞ അത് വെടിമരുന്നിനടുത്ത് തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു വെക്കുന്നത് പോലെ. നിങ്ങൾ രണ്ടാളും ഒരു റൂമിൽ ഉറങ്ങുമ്പോഴേ ആ ആദിയിൽ തന്നെയാ ഞാൻ ഇവിടെ കഴിഞ്ഞു പോന്നിരുന്നത്. നിനക്കറിയോ, നിങ്ങൾ രണ്ടാളും ആ റൂമിൽ കിടക്കുമ്പോ ഒരു നിമിഷം പോലും ഈ റൂമിൽ സമാധാനത്തോടെ ഉറങ്ങിയിട്ടില്ല ഞാൻ. എടി, ഞങ്ങളെ പറ്റി ഇത്ര ആദ്യം എടുക്കാൻ നീ ആരാ? അത് ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? വിഷ്ണുവേട്ടൻ എന്റെയാ. പക്ഷേ നീ ഇതും പൊക്കി പിടിച്ചോണ്ട് ഒരു കോമാളി വേഷം കെട്ടി നിൽക്കുന്നത് കാണുമ്പോഴേ പൊട്ടിച്ചിരിക്കാനാ ശാലിനി എനിക്ക് തോന്നുന്നത്. ഒരു മഞ്ചാടിക്കുരുവിന്റെ മുഴുപ്പിൽ അടിച്ചു പരത്തിയ ഇത്തിരി സ്വർണം, അതൊരു പുരുഷൻ പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയതുകൊണ്ടൊന്നും ഭാര്യയാവില്ല. അതിന് വേറെയും ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ നീയും ഞാനുമായിട്ടുള്ള ഒരേ ഒരു വ്യത്യാസം ഈ ഇത്തിരി പൊന്നു മാത്രമാ. നീയത് വിഷ്ണുവേട്ടനെ കൊണ്ട് കഴുത്തിൽ കെട്ടിച്ചത് നിർബന്ധിച്ചിട്ടാ. എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ മനസ്സാ ഒരുങ്ങിയ ആളാ വിഷ്ണുവേട്ടൻ. ഒന്നല്ല, 2 വട്ടം. രണ്ടാമത്തേത് നീ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നിട്ടാണെന്ന് കൂടി നീ ഓർക്കണം. ദാറ്റ് മീൻസ് ശാലിനി മാത്രമല്ല വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലെ പെണ്ണ്. ശാലിനിക്ക് പകരം മറ്റൊരാൾ വേണമെന്ന് വെച്ചാൽ അത് ഈ സുസ്മിതയായിരിക്കും. അതെ ശാലിനി, ഒരേ സമയം ഒരേ ലക്ഷ്യത്തിനു വേണ്ടി മത്സരിച്ചവരാ നമ്മൾ രണ്ടാളും. തലനാരിഴയുടെ വ്യത്യാസത്തിൽ നീ ട്രോഫി സ്വന്താക്കി. പക്ഷേ ആമയും മുയലും കഥയിലെ പോലെ നീ ഉറങ്ങിയപ്പോഴും ഞാൻ ആ മത്സരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യത്തിൽ നിനക്ക് ഇപ്പോഴാ ശാലിനി ഉറക്കം തെളിഞ്ഞത്. ട്രോഫി നേടിയെന്ന് അഭിമാനിച്ച നീ ഇപ്പോ എനിക്കൊപ്പം വെയിറ്റിംഗ് റൂമില്. ഇനി നമ്മളിൽ ആരാ ജയിക്കുന്നതെന്ന് വിഷ്ണുവേട്ടന്റെ റൂമിൽ നിന്ന് നിന്നെ പുറത്താക്കിയില്ലേ? ഇനി ഈ വീട്ടിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വിഷ്ണുവേട്ടന്റെ ഹൃദയത്തിൽ നിന്ന് അതും ഞാൻ സാധിക്കും ശാലിനി. കാരണം സുസ്മിത ഈ കളി ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന കളിയാ.
വിഷ്ണുവേട്ടന്റെ റൂമിന്നോ ഈ വീട്ടിൽ നിന്നോ എന്നെ പുറത്താക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചെന്നിരിക്കും സുസ്മിതെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണുവേട്ടന്റെ ഹൃദയത്തിൽ നിന്ന് എന്നെ പുറത്താക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല. നീ ഇത്ര പെട്ടെന്ന് മറന്നോ ശാലിനി? നീ ഇല്ലാതായാലുള്ള സെക്കൻഡ് ഓപ്ഷൻ. നീ ഈ ഭൂമിന്ന് തന്നെ അങ്ങ് പറന്നു പോയാ ഈ ട്രോഫി എനിക്കുള്ളതല്ലേ? ഒറ്റ കൈയായി എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കരുത്. എന്താ വിജയ്? കൃഷ്ണകുട്ടി ചേട്ടൻ ഇത് കണ്ടോ? സ്വർണ്ണവില ഗ്രാമിന് 5000-ന് മുകളിൽ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആകാശം ഇടിഞ്ഞു വീണാലും പത്രം നോക്കാത്ത നിനക്കിത് എന്തു പറ്റിയെന്ന്. പത്രം കിട്ടിയ ഇതേതായാലും ഞാൻ കൃത്യമായിട്ട് നോക്കും. സ്വർണ്ണവില കൂടുന്തോറും എന്റെ മനസ്സ് ഉരുക കൃഷ്ണകുട്ടി ചേട്ടാ. നമുക്ക് കിട്ടേണ്ട എത്ര ലക്ഷമാ വെള്ളത്തിലായത്. വെള്ളത്തിലായിട്ടൊന്നുമില്ല വിജയ്, നമ്മളൊന്ന് മനസ്സ് വെച്ചാ. കൃഷ്ണകുട്ടി ചേട്ടൻ എന്ത് ഭ്രാന്ത ഈ പറയുന്നത്? ശാരിക രാജീവിന്റെ കൂടെ സ്വസ്ഥമായിട്ട് പൊറുതി തുടങ്ങി. ശാരദാമ്മയ്ക്കാണെങ്കിൽ സ്വർണത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ മിണ്ടാട്ടോ ഇല്ല. അവർക്കത്രയും ലാഭം. ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് മൂക്കേ പോറാനുള്ള പൈസ പോലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒന്നും എനിക്കില്ല വിജയേ. പിന്നെ എന്തുദ്ദേശിച്ചാ കാശ് വെള്ളത്തിലായില്ലെന്ന് കൃഷ്ണകുട്ടി ചേട്ടൻ പറഞ്ഞത്? ഞാൻ ഈ പറയുന്നത് നമ്മള് രണ്ടാളും അല്ലാതെ വേറൊരാൾ അറിയരുത്. എന്താടി? ഞാൻ അമ്മ വിളിച്ചിരുന്നു. നിന്റെ അമ്മ വിളിച്ചാ ഞാനെന്താ തലേ കുത്തി നിൽക്കണോ? അതല്ല പിന്നെ. വിജയ്, മോക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഒന്ന് കേൾക്ക്. മോള് പറ. നാളെ വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു അമ്മ. അവിടെ എന്താ പൊഴിഞ്ഞു വെച്ചേക്കുന്നേ? വിജയ്, മോള് പറയട്ടെ. അവിടെ ദാമ്പത്യ പൂജ നടത്തുന്നുണ്ടെന്ന്. ആർക്ക്? എനിക്കും ശാലിനിക്കും ഒക്കെ ഒന്നിച്ച് ചെയ്യാനാ അമ്മ. ഓ, ഇനിയിപ്പോ അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുമല്ലേ? അമ്മയും കുമ്മയൊന്നുമില്ല. പൂജയ്ക്കും തേങ്ങാക്കൊലയ്ക്കൊന്നും നീ പോകുന്നുമില്ല. കടന്നു പോടി മുന്നിന്ന്. ദുർമുഖം കാണിച്ചോട്ട് വന്ന് നിൽക്കുന്നു. നീ എവിടെ നിക്ക്. മോളെ നാളെ രാജീവിനെയും കൂട്ടി ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു ദാമ്പത്യ പൂജയ്ക്ക്. കൃഷ്ണകുട്ടി ചേട്ടാ, ഇത് എന്റെ തീരുമാനമാ. ഞാനാ ഈ വീട്ടിലെ കാരണവര്. എന്നാലും കൃഷ്ണകുട്ടി ചേട്ടാ, ഞാൻ പറയുന്നത് കേട്ടാ മതി വിജയലക്ഷ്മി. മോള് പോയിക്കോ. കൃഷ്ണകുട്ടി ചേട്ടാ, എന്നാലും ഇത്. നീ ഒന്ന് അടങ്ങ വിജയേ. ഹലോ. ശാലിനി,
പറഞ്ഞു. അല്ല, ഇയാൾക്ക് എന്നോട് പിണക്കാണാ? എന്തിന്? അല്ല, തിരിച്ചു വന്നതിന് ശേഷം തമ്മിലൊന്നും കണ്ടില്ല. ഒരു ഫോൺ ബെല്ലിന്റെ ബന്ധം പോലും ഉണ്ടായില്ല. പ്രത്യേകിച്ച് അങ്ങനെ കാണേണ്ടതോ സംസാരിക്കേണ്ടതോ ആയ ആവശ്യം ഉണ്ടായില്ലല്ലോ. അല്ല, ഇയാളെന്തിനാ ഇപ്പൊ വിളിച്ച? ഞാൻ വാഷ്റൂമിലാ. ഓ, അതാണോ പ്രശ്നം? അതല്ല, ഇവിടുത്തെ വെള്ളം തീർന്നുപോയി. ഓക്കെ, ഞാൻ പൊന്നിയോട് പറയാം മോട്ടർ ഇടാൻ. ഇതങ്ങനെ മോട്ടർ ഇട്ടാ തീരുന്ന പ്രശ്നമല്ല. പിന്നെ അതെന്താന്നറിയോ, ഈ വാഷ്റൂമിൽ മാത്രമേ ആ പ്രശ്നമുള്ളൂ. അതൊരു പ്രത്യേക പ്രശ്നമാണല്ലോ. ഇതെന്തോ ഇത് അതിന്റെ പൈപ്പിന്റെ പ്രശ്നമാണെന്നാ തോന്നേ. എന്നാ ഞാൻ പ്ലംബറെ വിളിക്കാം. പ്ലംബറിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ലല്ലോ ഇത്. എന്നാലേ ഞാൻ ജോൽസിനെ വിളിക്കാം. ജോൽസിനെന്തിനാ? അല്ല, പിന്നെ ആർക്കാ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നെന്ന് പറ. എന്റെ കുട്ടി, ഞാനേ കുളിക്കാൻ വേണ്ടിട്ട് ബാത്റൂമിൽ കയറിയതാ. സോപ്പ് ഞാൻ ഇങ്ങനെ തേച്ചോണ്ടിരിക്കായിരുന്നേ. അപ്പൊ പകുതി ആയപ്പോഴാ ടാപ്പിൽ വെള്ളമില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. എടോ, ഒരു ബക്കറ്റ് വെള്ളം കിട്ടിയാലേ ഈ സോപ്പൊക്കെ കഴുകി കളഞ്ഞിട്ട് കുളി പൂർത്തിയാക്കാലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരണം അല്ലേ? അതെ. ഇതങ്ങ് നേരെ പറഞ്ഞ പോരെ. അപ്പൊ ശാലി എപ്പോഴേ കൊണ്ടുവരുന്നല്ലേ? എന്നാലേ കേട്ടോ. ഇല്ല. എന്ത് ഇല്ല? സത്യാമ്മയുടെ ലക്ഷ്മണരേഖ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഞാനും ലക്ഷ്മണൻ. അതും ഇതുമായിട്ട് എന്താ ബന്ധം? എടോ, ഒരു റൂമിൽ ഒരുമിച്ച് താമസിക്കരുന്നല്ലേ അമ്മ പറഞ്ഞത്. അല്ലാതെ വെള്ളം കിട്ടാതെ വലയുന്ന ഭർത്താവിനെ ഒരു തുള്ളി വെള്ളം കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതിന് അയ്യോ, എന്റെ കണ്ടില് സോപ്പ് പോയി. 10-20 രൂപയുടെ സോപ്പല്ലേ, പോയാ നമുക്ക് വേറെ മേടിക്കാം. കണ്ണു നീറിയിരിക്കുമ്പോ ഒരു തമാശ പറഞ്ഞോണ്ടല്ലോ. കണ്ടുപോയി. അയ്യോ, കണ്ടുപോയേ. ശരി, അവിടെ നിക്ക്, ഞാനിപ്പോ കൊണ്ടുവരാം വെള്ളം. കണ്ണു തീർന്നേ, കൊണ്ടുപോവാ. ദേ വരുന്ന 1 മിനിറ്റ്. അമ്മേ, നീ എന്താ മറച്ചു പിടിച്ചിരിക്കുന്നെ? അത് കാണിക്ക്. കാണിക്കാൻ ഈ ജോലിയൊക്കെ നീയാണോ ഇവിടെ ചെയ്യുന്നേ? വീട്ടുജോലിയൊക്കെ ചെയ്താ ഡെലിവറി എളുപ്പമാന്ന് പറഞ്ഞു ഡോക്ടർ. ഇവിടെ വന്നപ്പോഴാണോ നിനക്ക് ആ തിരിച്ചറിവുണ്ടായത്? ആ വീട്ടിൽ നിന്നപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ. സത്യഭാമയുടെ വീട്ടിൽ ഒരു രാജകുമാരിയെ പോലെ കഴിഞ്ഞ നിന്നെ ഒരു അടിച്ചുതള്ളിക്കാരിയുടെ രൂപത്തിൽ കാണുമ്പോ അമ്മയുടെ ചങ്ക് പൊട്ടി പോവുക. അതും ഈ സമയത്ത്. സാരമില്ല, നീ തെരഞ്ഞെടുത്ത ജീവിതമല്ലേ. നോക്ക്, വാഷിംഗ് മെഷീൻ, വാക്യൂം ക്ലീനർ, മൈക്രോവേവ് അവൻ, മിക്സർ ഗ്രൈൻഡർ തുടങ്ങി ഒരു വീട്ടിലെ ജോലി എളുപ്പാക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അമ്മയെ കൊണ്ട് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. അമ്മ വേണമെങ്കിൽ പോയിട്ട് കാറിലിരുന്നു. ഞാൻ ജോലിക്കാരെ കൊണ്ട് അതെടുത്തിട്ട് അകത്തേൽപ്പിച്ചോളാം. ഇവിടം വരെ വന്നിട്ട് എന്തിനാടാ കാറിലിരിക്കുന്നത്? ഞാൻ ഇവിടെ തന്നെ നിൽക്കാം.
എന്താ ഇവിടെ? പറഞ്ഞത് മനസ്സിലാവാതിരിക്കാൻ കഴുതക്കൂട്ടമാണോ സത്യഭാമയുടെ കുടുംബം? വസുമതി, ഇങ്ങോട്ടൊരാളും വരാൻ പാടില്ലെന്ന് ഒരു ഉപാധി ഉണ്ടായിരുന്നു ഇവളെവിടെ പ്രവേശിപ്പിക്കാൻ. ഇവനതറിയാം. അത് ഞങ്ങൾ കുറച്ച് വീട്ടു സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി വന്നതാ. മനസ്സിലായി. നിന്റെ അനിയത്തിയെ ഞങ്ങൾ ഇവിടെ വീട്ടുജോലി എടുപ്പിച്ച് പീഡിപ്പിക്കുകയാണെന്ന് അല്ലേ? അങ്ങനെ ഒരു അർത്ഥമൊന്നും ഇതിനില്ല. പ്രീതി ഇങ്ങോട്ട് അയച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടു സാധനമൊന്നും തന്നിരുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനായിട്ട് കുറച്ച്. ആ സന്തോഷം സത്യഭാമയുടെ ചെലവിൽ വേണ്ട. അത്രയ്ക്ക് ദാരിദ്ര്യവാസി അല്ല വസുമതി. കൊണ്ടുവന്നതെല്ലാം തിരിച്ചു കൊണ്ടുപോയിക്കോണം. പൂജയും വ്രതമൊക്കെ ആയിട്ട് അവൾ അവിടെ തന്നെ കൂടിക്കോട്ടെ. മകളെ വേണമെങ്കിൽ ഒരു സന്യാസിനിയാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഓ, 6 മാസം കൂടി കഴിയുമ്പോ അവള് പ്രസവിക്കുമല്ലോ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? വസുമതി, എന്റെ മകളെ ഞാൻ കൊണ്ടുപോയിരിക്കും വസുമതി. അത് അവള് തീരുമാനിക്കട്ടെ, വരണോ വേണ്ടയോന്ന്. പറയടി, നിനക്ക് പോണോ? എടി, നിനക്ക് പോണോന്ന്. വസുമതി, സത്യഭാമ മിണ്ടരുത്. ഇവള് പറയട്ടെ. എടി, നിന്നോടാ ചോദിച്ചേ പോണോന്ന്. എനിക്ക് എവിടെയും പോണ്ട. എനിക്ക് എവിടെയും പോണ്ട മോളെ. എനിക്കിവിടെ ഒരു കുഴപ്പമില്ലമ്മേ. അമ്മ പോ. എന്നെ എവിടേക്കും കൊണ്ടുപോണ്ട. ഞാൻ വരൂല മോളെ. ഞാൻ പറയുന്നത് അമ്മയോട് പോവാനാ പറഞ്ഞത്. ഇനി എന്ത് കാണാൻ നിൽക്കുക സത്യഭാമേ? വസുമതി, വേണ്ട, ഇപ്പൊ നമുക്ക് പോവാം. പോവാം മേം. വാ. സത്യഭാമയെന്ന് പറയുന്ന കരിമ്പാറക്കെട്ട് ഒന്ന് ഇളകി അല്ലേ അമ്മേ? വസുമതിയുടെ ആദ്യത്തെ അടിയല്ലേ ആയിട്ടുള്ളൂ. നീ കണ്ടോ? ആയിക്കോട്ടെ ശാരദാമ്മേ, പൂജയൊക്കെ ഭംഗിയാവട്ടെ. ശരി ശരി. മോളവാ. മോളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അമ്മേ? പൂജയ്ക്ക് മോളും വിഷ്ണുമോനും മാത്രമല്ല. മനസ്സിലായമ്മേ, ശാരികച്ചി രാജീവ് സാറും അല്ലേ? അല്ലടി, പിന്നെ മോനെ, പ്രീതിയെ അവര് വിട്ടില്ലല്ലേ? ഇല്ലച്ച. പ്രീതിക്ക് അർജുൻ ഈ വർഷം ദാമ്പത്യ പൂജ നടക്കും തോന്നുന്നില്ല.
നമുക്കൊരു ശ്രമം നടത്തി നോക്കാം മോളെ. ഒരുക്കങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. ഇനി മോള് മുൻകൈയെടുത്ത് അവരെ ആ വീട്ടിൽ നിന്നൊന്ന് ഇറക്കി തന്നാ മതി. സത്യാമ്മയ്ക്ക് സന്തോഷമാവും. മോളെ, ഞാൻ പറയുന്നത് അമ്മയോട് പോവാനാ പറഞ്ഞത്. പ്രീതി, നീ ഇവിടെ വന്നിരിക്കായിരുന്നോ? ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി. സാരമില്ല പ്രീതി, നമുക്ക് ദാമ്പത്യ പൂജ അടുത്ത വർഷം ചെയ്യാം. നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ. പൂജയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന് എനിക്ക് വിഷമമില്ല അർജുനേട്ടാ. പക്ഷെ അമ്മയുടെ മനസ്സൊരുപാട് വിഷമിച്ചിട്ടുണ്ടാവില്ലേ? എത്ര ആശയോടെയാവും അമ്മ എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടാവുക. മനസ്സിലാവുന്നുണ്ട് പ്രീതി. പക്ഷേ എന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ. രണ്ടാളും തമ്മിൽ ചേരില്ല. ശാലിനിയാണല്ലോ വിളിക്കുന്നത്. ശാലിനി അറിഞ്ഞിട്ടുണ്ടാവും ഇവിടെ നടന്നതൊക്കെ. ഹലോ ശാലിനി. അർജുനേട്ടാ, സംഭവങ്ങളൊക്കെ അറിഞ്ഞോ? ഞാനിവിടെ ഇല്ലായിരുന്നു ശാലിനി. കോടതിയിൽ നിന്ന് വന്നപ്പോഴാ പ്രീതി വിവരങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ വിളിച്ചതേ നിങ്ങളെ രണ്ടാളെയും ദാമ്പത്യ പൂജയ്ക്ക് ക്ഷണിക്കാനാ. ശാലിനി, അത് അർജുനേട്ടൻ ആ ഫോണിങ് തന്നെ. ശാലിനി, വേണ്ട, എനിക്കൊരു പൂജയിലും പങ്കെടുക്കണ്ട. ഇനി നാണം കെടാൻ വയ്യ. അല്പം മനസ്സമാധാനം മാത്രം മതി. എന്താ പ്രീതി പറയുന്നത്? മുഴുവൻ അങ്ങോട്ട് കേക്ക്. പൂജ നടക്കുന്നത് സത്യാമ്മയുടെ വീട്ടിൽ വെച്ചല്ല, എന്റെ വീട്ടിലാ. ശാരദാമ്മയുടെ വീട്ടിലോ? പ്രീതി ഫോണൊന്ന് സ്പീക്കറിലിട്ടെ. ഇപ്പോ സ്പീക്കറില ശാലിനി. അർജുനേട്ടാ, കേൾക്കുന്നുണ്ടോ? ഉണ്ട് ശാലിനി. എന്റെ വീട്ടില് ദാമ്പത്യ പൂജയ്ക്കുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. എന്റെയും ശാരികേച്ചിയുടെയും പ്രീതിയുടെയും ദാമ്പത്യ പൂജയ്ക്കുള്ള സജ്ജീകരണങ്ങളെല്ലാം അമ്മ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രീതി അർജുനേട്ടനും കൂടി ഒന്ന് വന്നാ മാത്രം മതി. ശാലിനി, പക്ഷേ അമ്മ ഇതൊരു അരമണിക്കൂറത്തെ കാര്യല്ലേ ഉള്ളൂ വക്കീലേ. അന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത ഒളിച്ചോട്ടത്തിന്റെ അത്രയും വലിയൊരു റിസ്ക് ഒന്നും ഇല്ലല്ലോ. സത്യാമ്മയൊക്കെ വരുന്നുണ്ട് എന്റെ വീട്ടിലേക്ക്. പക്ഷെ പ്രീതിയെ പൂജയിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം ഞാൻ സത്യാമ്മയോട് പറഞ്ഞിട്ടില്ല. അതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുക. കാറിന്റെ റേഡിയേറ്റർ ചൂടാവുന്നത് പോലെ ഇന്ന് മനസ്സൊന്ന് ചുട്ടുപൊള്ളിയതല്ലേ, അത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാന്നേ. അല്ല, അപ്പൊ എങ്ങനെ അർജുനേട്ടാ, ചാടാൻ പറ്റുമോ? നോക്കാം. നോക്കിയാ പോരാ, നടക്കണം. അമ്പലത്തിലേക്കോ മറ്റോ ആണെന്ന് പറഞ്ഞ് ചാടന്നേ. ശരി ശരി ശരി, അപ്പൊ ഞാൻ വെക്കുകയാണേ. നാളെ രാവിലെ കാണാം. ഓക്കെ. ഇപ്പൊ സന്തോഷമായോ? ഇവിടെ ദാമ്പത്യ പൂജ നടക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്തിലാ അമ്മ ഒരു ദിവസം ഹോട്ടൽ അങ്ങ് അടച്ചിടാന്ന് തീരുമാനിച്ചത്. അല്ല ശാന്തിജി, എന്താ ഈ ദാമ്പത്യ പൂജ? നവദമ്പതികൾക്കായി അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നടത്തിവരുന്ന ഒരു പൂജയാ മോളേത്. അർദ്ധനാരീശ്വരനാണല്ലോ ഏറ്റവും ശക്തിയുള്ള ദാമ്പത്യമൂർത്തി. പൂജ നടത്തുന്ന ദമ്പതികൾക്ക് മധ്യേ അർദ്ധനാരീശ്വരന്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടാവുന്ന സങ്കല്പം. പൂജ കഴിഞ്ഞ ദമ്പതികളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്താനഭാഗ്യവും ദീർഘമാംഗല്യവുമെല്ലാം ഉറപ്പാന്ന വിശ്വാസം. എന്നാ എല്ലാവർക്കും നടത്തിക്കൂടെ ദാമ്പത്യ പൂജ? അതിന് പക്ഷേ വേറൊരു കുഴപ്പം കൂടിയുണ്ട് മോളെ. എന്താ ശാന്തേച്ചി? പറഞ്ഞോ ശാന്തേ, ശ്യാമ എന്തിനാ അറിയാതിരിക്കുന്നേ? അത് പൂജ ആർക്കു വേണ്ടി നടത്തിയാലും ദമ്പതികളെ പീഠത്തിൽ കൈപിടിച്ചിരുത്തുക
മാതൃസ്ഥാനത്തുള്ള ഒരാളാ. ഉഗ്രശക്തിയുള്ള പൂജയാ. പൂജ മുടങ്ങുകയോ പൂർണ്ണമാകാതിരിക്കുകയോ ചെയ്താ മാതൃസ്ഥാനത്തുള്ള ആൾക്ക് അപകടം സംഭവിക്കുമെന്നാ വിശ്വാസം. അങ്ങനെ പല അപമൃത്യുകളും സംഭവിച്ചിട്ടുണ്ട്. ശാന്തിച്ചി, അമ്മയാ നാളെ കുഞ്ഞേച്ചിക്കും വലിയേച്ചിക്കും മാതൃസ്ഥാനത്ത് നിൽക്കുന്നത്. അതങ്ങനെ തന്നെ വേണം മോളെ. മക്കളുടെ ജീവിതത്തിനും ദാമ്പത്യത്തിനും ഒക്കെയായി സ്വന്തം ജീവിതം പോലും അപകടപ്പെടുത്താൻ തയ്യാറാവുന്നത് ഒരമ്മയല്ലാതെ വേറെ ആരാ? എന്നാലും രാജേച്ചി, മോള് ധൈര്യമായിട്ടിരിക്കും. പൂജയ്ക്ക് മുടക്കമൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് അങ്ങേരുടെ വീൽ ചെയറല്ലേ? അയാളിതെവിടെ പോയി? അയാള് ചത്തു. ആ രാഘവൻ നായർ.